ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം മംഗലപുരം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടസ്ഥലം മാറ്റത്തിന് വിധേയരാക്കിയിരിക്കുകയാണ്. 24 പോലീസുകാരെ സ്ഥലം മാറ്റിയെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിശദാംശങ്ങളുമായി ശരത് കെ ശശി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശരത്, ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഒരു വാർത്ത കണ്ടിരുന്നു. അതായത് 5ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത ഒരു നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയായിട്ടാണോ ഈ 24 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ കൂട്ടസ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത്? ഏതൊക്കെ കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ നടപടികൾ? ഭദ്ര, അത്യസാധാരണമായ അച്ചടക്ക നടപടിയാണ് മംഗലാപുരം സ്റ്റേഷന്റെ കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും സ്ഥലം മാറ്റുന്ന നിലയിലുള്ള അച്ചടക്ക നടപടി മംഗലാപുരം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ പോലീസ് മേധാവിക്ക് സ്വീകരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗുണ്ട മണൽ മാഫിയ സംഘങ്ങളുമായി ഈ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വെച്ച് പുലർത്തുന്ന വിശുദ്ധ ബന്ധമാണ്. ആ ഒരു ബന്ധം തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലയിൽ മംഗലാപുരം സ്റ്റേഷനിൽ കൂട്ട അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് SHO O സജേഷിനെ സസ്പെൻഡ് ചെയ്തത്. അതിന് പിന്നാലെ ഇന്നലെ രാത്രി തന്നെ മറ്റ് 5 ഉദ്യോഗസ്ഥരെ മംഗലാപുരം സ്റ്റേഷനിലുള്ള 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇങ്ങനെ 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനും 24 പേർക്ക് ട്രാൻസ്ഫറും സ്ഥലം മാറ്റവും എന്ന നിലയിലാണ് ഇപ്പോൾ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 24 പേരെ, ഈ മംഗലാപുരം സ്റ്റേഷനിലുള്ള 24 പേരെ വിവിധ ജില്ലയിലെ മറ്റ് വിവിധ സ്റ്റേഷനുകളിലേക്ക്, ചിറയൻകീഴ്, അതുപോലെ തന്നെ വട്ടപ്പാറ, ആറ്റിങ്ങൽ തുടങ്ങിയ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്ക്, കഠിനംകുളം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റി. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെയുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും നടപടി ഉണ്ടായി എന്നുള്ളതാണ്. 30 പേർക്കെതിരെ നടപടി, ഇതിൽ 6 പേർക്കെതിരെ സസ്പെൻഷൻ, 24 പേർക്കെതിരെ സ്ഥലം മാറ്റം. മറ്റൊരു അവിടെ ഒരു സ്വീപ്പർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് മാത്രമാണ് സ്ഥലം മാറ്റമില്ലാത്തത്. ബാക്കി എല്ലാവർക്കു നേരെയും ഇപ്പോൾ നടപടി സ്വീകരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ മംഗലാപുരം സ്റ്റേഷന്റെ പരിധിയിൽ ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോവുകയും അത് അന്വേഷിക്കാൻ ചെന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിനിടെ ഗുണ്ടാ സംഘം പോലീസുകാർക്ക് നേരെ 2 തവണ ബോംബെറിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെ അതിന്റെ തുടർച്ചയായി പല ക്രിമിനൽ ബന്ധങ്ങളും പോലീസുകാർക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലയിലുള്ള കർശന നടപടി മംഗലാപുരം സ്റ്റേഷന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ മുഴുവൻ ആളുകളെയും സ്ഥലം മാറ്റിയ ഒരു സാഹചര്യത്തിൽ പകരം 29 പേരെ മറ്റ് വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി മംഗലാപുരത്തേക്ക് മാറ്റി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കഠിനംകുളം, വട്ടപ്പാറ, ചിറയൻകീഴ്, ആറ്റിങ്ങൽ തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാരെയാണ് ഇപ്പോൾ മംഗലാപുരം സ്റ്റേഷനിലേക്ക് മാറ്റി നിയോഗിച്ചിട്ടുള്ളത്. ഏതായാലും ഇവർക്കെതിരായ സ്ഥലം മാറ്റ നടപടി സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക ഉത്തരവിൽ ഈ മണൽ മാഫിയയുമായും അതുപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങളുമായും ഉള്ള ബന്ധമാണ് ഇത്തരം സ്ഥലമാറ്റത്തിന് കാരണമെന്ന് വിശദീകരിച്ചിട്ടില്ല. പകരം ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയാണ് തീരുമാനം എന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഈ ഒരു ഉത്തരവിൽ പറയുന്നത്. ഭദ്ര, വ്യക്തമാണ് ശരത്. മംഗലപുരം സ്റ്റേഷനിൽ ഒറ്റ രാത്രി കൊണ്ടാണ് കൂട്ടസ്ഥലം മാറ്റം, അതും 24 പോലീസുകാരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. നേരത്തെ 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഗുണ്ട ക്രിമിനൽ കേസുകളിൽ ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കായിരുന്നു നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട് എന്ന ആരോപണത്തെ തുടർന്നാണ് ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും, അതായത് 24 പേർക്ക് സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത്. പകരം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ ആ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് ശരത്താണ്.